ഇലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് തണ്ടിൽ നിന്ന് ഇല സെപ്പറേറ്റ് ചെയ്യാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമുക്ക് രാവിലത്തെ തിരക്ക് സമയത്തൊക്കെ നമുക്കിത് പെട്ടെന്നാക്കി എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലൊരു അരിച്ചാക്കിലേക്ക് നല്ല വൃത്തിയുള്ള അരിച്ചാക്കിനകത്തേക്ക് ഇതുപോലൊന്ന് വെച്ചിട്ട് അരിച്ചാക്കൊന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലൊന്ന് വെയിറ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ ദോശക്കല്ലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദോശക്കല്ല് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുക്കളയിൽ മറ്റുള്ള പണികളൊക്കെ ചെയ്ത് കഴിയുന്നത് വരെ ഇതിങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂർ സമയമൊക്കെ നമ്മളിതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് കുറേ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് അതിലേക്ക് വീണിട്ടുണ്ടാകും. പിന്നെ നമ്മൾ നന്നായി ഒന്ന് കുടഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇല തണ്ടിൽ നിന്ന് നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ വെച്ച് കുറച്ച് കുടഞ്ഞപ്പോൾ കുറച്ച് കിട്ടി. പിന്നെ രണ്ടാമത് നമ്മളിതുപോലെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് കുടഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അത് നിന്ന് ഇല നമുക്കിതുപോലെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മുരിങ്ങ ഇലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. കഴുകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മൾ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായി തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും.